ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 600ന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടേഴ്സ്, അതിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 600നെ എന്ത് ചെയ്യുക, ഘടനക്രിയ ചെയ്ത് നോക്കുക. അപ്പോൾ 2ൽ ഡിവിസിബിൾ ആണ് അല്ലേ 600. 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 300 എന്ന് കിട്ടും അല്ലേ, 300 കിട്ടും. അതിനെ വീണ്ടും 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വരും, 150. 150നെ വീണ്ടും 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 150ന്റെ പകുതി എന്ന് പറയുമ്പം എത്ര വരും, 75 എന്ന് വരും അല്ലേ. 75നെ നമുക്ക് 3ൽ ഡിവിസിബിൾ ആണ് അല്ലെ, 3ലും 5ലും ഡിവിസിബിൾ ആണ്. അപ്പം ഞാൻ 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 25 വരും അല്ലേ. ഇനി 25നെ നമുക്ക് ഏതിലേ ചെയ്യാൻ പറ്റുള്ളൂ, 5ലേ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ടൈംസ്, 5 ടൈംസ്. 5 ഒരു പ്രൈം നമ്പർ അല്ലേ, അപ്പൊ അവിടെ വെച്ച് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 3 4 5, പിന്നെ ഈ താഴെ കിടക്കുന്ന 5ഉം കൂടെ കൂട്ടുക, 6. സോ നമ്മുടെ ആൻസർ എത്രയാണ്, 6 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എങ്ങനെയും ചെയ്യാം. 600 എന്ന് പറയുമ്പം എത്ര 2 ഉണ്ട്, 3 2 ഉണ്ട് അല്ലേ, ഇൻറ്റു എത്ര 3 ഉണ്ട്, ഒരു 3 ഉള്ളൂ. അപ്പോൾ 3:1 ഇൻറ്റു എത്ര 5 ഉണ്ട്, ഇവിടെ 2 5 ഉണ്ട് അല്ലേ, 5 സ്ക്വയർ. എന്നിട്ട് ഈ പവേഴ്സ് എല്ലാം കൂടി എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്താലും മതി. ഓക്കെ അല്ലേ. 3 + 1 + 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ആൻസറിൽ എത്തും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചാനൽ. താങ്ക് യു.